ഹായ് ഹലോ ഫ്രണ്ട്സ്, TVS iQube ഏകദേശം 2 വർഷം മുമ്പ് ഇന്ത്യയിൽ അവതരിപ്പിച്ചതിന് ശേഷം വലിയ തരംഗങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു നെഗറ്റീവ് അതിൻ്റെ റേഞ്ച് ആയിരുന്നു ഇഷ്യൂ. അതിനുശേഷം TVS iQube ഏകദേശം 3 മോഡൽ അവതരിപ്പിച്ചിട്ടുണ്ട്. TVS iQube, TVS iQube S, TVS iQube ST. പക്ഷേ ഒരുപാട് പേര് ഈ ഒരു വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ്, പിന്നെ ഇതൊരു ബ്രാൻഡഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 വേരിയൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു 3 വേരിയൻറ്റുകൾ തമ്മിലുള്ള എന്തൊക്കെ വ്യത്യാസമുണ്ട്, ഇത് പ്രൈസിൽ എങ്ങനത്തെ വ്യത്യാസമുണ്ട്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിൻ്റെ മുമ്പ് എൻ്റെ പേര് മുഖ്താർ, വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. TVS ഏകദേശം 3 വേരിയൻറ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. TVS iQube, TVS iQube S, TVS iQube ST എന്നിങ്ങനെ 3 വേരിയൻറ്റുകളാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ മോട്ടോർ പവറാണ്. മോട്ടോർ പവർ നോക്കുമ്പോൾ ഇതിൻ്റെ 3 വേരിയൻറ്റുകളും സെയിം മോട്ടോർ പവറാണ് വരുന്നത്. 3 കിലോ വാട്ടിൻ്റെ റേറ്റഡ് പവറും അതുപോലെ തന്നെ 4.4 കിലോ വാട്ടിൻ്റെ പീക്ക് പവറും ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 3 വേരിയൻറ്റുകളുടെയും റേറ്റഡ് ടോർക്ക് നോക്കുമ്പോൾ 33 ന്യൂട്ടൺ മീറ്ററും പീക്ക് ടോർക്ക് നോക്കുമ്പോൾ 140 ന്യൂട്ടൺ മീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ 3 വേരിയൻറ്റുകൾക്കും എക്കോ മോഡ്, പവർ മോഡ് എന്നിങ്ങനെ 2 റൈഡിംഗ് മോഡുകളാണ് വരുന്നത്. എക്കോ മോഡിൽ TVS iQubeനും TVS iQube Sനും TVS iQube STക്കും 45 km/h ആണ് പറയുന്നത്. അതുപോലെ തന്നെ TVS iQubeനും TVS iQube Sനും പവർ മോഡിൽ 78 km/h TVS iQube STക്ക് ഏകദേശം 82 km/h പറയുന്നത്. ആക്സിലറേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 0 to 40 km/h മറികടക്കാൻ ഏകദേശം 4.2 സെക്കൻഡ് മാത്രം മതിയാവും. അതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ സാധിക്കാത്ത ലിഥിയം അയൺ ബാറ്ററിയാണ് 3 വേരിയൻറ്റുകൾക്കും യൂസ് ചെയ്തിട്ടുള്ളത്. 52 വാട്ടിൻ്റെ 3.04 കിലോ വാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് TVS iQubeനും TVS iQube Sനും യൂസ് ചെയ്തിട്ടുള്ളത്. TVS iQube STക്ക് 52 വാട്ടിൻ്റെ 4.56 കിലോ വാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത് IP67 റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ബാറ്ററി ഏകദേശം 1 മീറ്റർ വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാലും വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത് ഇതിൻ്റെ ചാർജിങ് ടൈമാണ്. TVS iQubeനും TVS iQube Sനും 650 വാട്ട്സിൻ്റെ 0 to 80% ചാർജ് ആവാൻ ഏകദേശം 4.5 മണിക്കൂറാണ് ടൈം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ TVS iQube STക്ക് 950 വാട്ട്സിൻ്റെ 0 to 80% ആവാൻ 4 മണിക്കൂറും 6 മിനിറ്റുമാണ് പറയുന്നത്. അതുപോലെ തന്നെ അഡീഷണൽ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 1.5 കിലോ വാട്ടിൻ്റെ ചാർജിങ് പോർട്ട് ലഭിക്കുന്നതാണ്. അത് 0 to 80% ആവാൻ ഏകദേശം 2.5 മണിക്കൂർ സമയമെടുക്കും. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ഇതിൻ്റെ റേഞ്ചാണ്. സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ റേഞ്ച് ചോദിക്കുമ്പോൾ അതിൻ്റെ റിയൽ റേഞ്ച് ആയിരിക്കില്ല പറയാം, IDC റേഞ്ച് ആയിരിക്കും. പക്ഷേ ഇവിടെ TVSൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ റിയൽ റേഞ്ചാണ് കമ്പനി പറയുന്നത്. TVS iQubeും TVS iQube Sഉം എക്കോ മോഡൽ ഏകദേശം 100 കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്നത്. TVS iQube ST എക്കോ മോഡൽ 145 കിലോമീറ്ററാണ് പറയുന്നത്. അതുപോലെ തന്നെ TVS iQubeും TVS iQube Sഉം പവർ മോഡൽ 75 കിലോമീറ്ററും അതുപോലെ തന്നെ ST ഏകദേശം പവർ മോഡൽ 110 കിലോമീറ്ററാണ് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം TVS iQube 145 കിലോമീറ്റർ STക്ക് പറയുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു വണ്ടിയായിരിക്കും. കാരണം ഏകദേശം 2 വർഷം മുമ്പ് TVS iQube നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് വലിയ തരംഗങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയാഞ്ഞിരുന്നത് ഇതിൻ്റെ റേഞ്ചിൻ്റെ ഒരു ഇഷ്യൂ മാത്രമാണ്. വേറെ ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇതിൽ വലുതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ TVS iQubeനും TVS iQube Sനും 17 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും TVS iQube STക്ക് ഏകദേശം 32 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസുമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ 12 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ടുള്ള ഓല, ഏതർ അങ്ങനെ ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ സൈഡ് സ്റ്റാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, സെൻട്രൽ സ്റ്റാൻഡ് ഇല്ല. ഇവിടെ അതിന് എടുത്തു പറയാനുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സെൻട്രൽ സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഫുട് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് TVS iQubeന് കൊടുത്തിട്ടുണ്ടെങ്കിൽ TVS iQube Sനും TVS iQube STക്കും 7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അഡീഷണൽ ആയിട്ട് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് അലക്സ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അലക്സ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് അറിയാം. നമുക്ക് ഈ വണ്ടിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അലക്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അലക്സ പറഞ്ഞു തരുന്നതാണ്. ഏകദേശം 11 കളറിലാണ് ഇതിൽ വരുന്നത്. iQubeൽ ഏകദേശം വൈറ്റ്, റെഡ്, ഗ്രേ എന്നിങ്ങനെ 3 കളറുകളും iQube Sൽ ഏകദേശം ഗ്രേയും കോപ്പർ ബ്രോൺസും മിൻ ബ്ലൂവും
ലൂസിഡ് യെല്ലോ അങ്ങനെ 4 കളേഴ്സാണ് വരുന്നത്. iQube STയിൽ വരുന്നത് ബ്ലൂ, കോറൽ സ്റ്റാൻഡ്, കോപ്പർ, ബ്രോൺസ്, ടൈറ്റാനിയം ഗ്രേ എന്നിങ്ങനെ 4 കളേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ 3 ഇയർ വാറൻറ്റിയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ. അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജറിന് ഏകദേശം 6 മന്താണ് ഇതിൽ കൊടുത്തിട്ടുള്ള വാറൻറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. TVS iQube ഏകദേശം 1,38,000. അതുപോലെ തന്നെ TVS iQube Sന് ഏകദേശം 1,45,000. TVS iQube STൻ്റെ എമൗണ്ട് ഇതുവരെ കമ്പനി അറിയിച്ചിട്ടില്ല. പക്ഷേ ഏകദേശം ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ, ഇതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഏകദേശം 1,65,000-ൻ്റെയും 1,75,000-ൻ്റെയും ഉള്ളിൽ പ്രൈസ് ആവാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും TVS iQube STക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതാണ്.